ഹലോ, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ആദ്യം ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ലേശം തൈരും കൂടെ ഇട്ട് നല്ലോണം പരട്ടി മാറ്റി വെക്കാം. അതിനുശേഷം പാത്രം വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. കടുക് പൊട്ടിക്കാം. പൊട്ടി ഏകദേശം ആകുമ്പോഴത്തേനും നമുക്ക് പെരിഞ്ചീരകം കൂടെ ഇടാം. അതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് അതിൻ്റെ മണം മാറുന്നോടം വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ ഒന്ന് വഴണ്ട് ഏകദേശം ഒന്ന് കുഴഞ്ഞു വരുമ്പോൾ നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ഓൾറെഡി ചിക്കൻ്റെ അകത്ത് ലേശം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊടിമണം മാറുന്നോടം വരെ വഴറ്റി അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ചാൽ തക്കാളി വേവുന്നോടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കെടുത്ത് ഒന്ന് തുറന്ന് തക്കാളി ഏകദേശം വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം പുരട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനിട്ട് അത് നല്ലവണ്ണം ഹൈ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ആ മസാലയായിട്ട് നല്ലവണ്ണം മിക്സ് ആവുന്നോടം വരെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കണം, അടി പിടിക്കാത്ത പാത്രമാണെങ്കിൽ പേടിക്കണ്ട. ഇത് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. ഞാനും കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ വീണ്ടും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് വീണ്ടും അത് അടച്ചു വെച്ചു. നല്ലോണം ഒന്ന് വെന്ത് വരുന്നോടം വരെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കിയെടുക്കാം. ചപ്പാത്തിക്കും നെയ്ച്ചോറിനും സാധാ ചോറിനും പറ്റിയ എല്ലാ അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഞാനിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും കൂടെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്നായിരുന്നു എന്നൊന്ന് പറയാമോ? ശരി, ബൈ.